നമ്മൾ ഈ മലയാളികൾ ഓണത്തിന് മാത്രമാണ് ഓണസദ്യ കഴിക്കുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിൽ ഒരിടമുണ്ട്, നല്ല ഒന്നാം തരം ഓണസദ്യ. വർഷത്തിൽ 365 ദിവസവും വിളമ്പുന്ന മദേഴ്സ് വെജ് പ്ലാസയിലാണ് ഞാനുള്ളത്. അങ്ങനെ വേൾഡിൽ ആദ്യമായി 365 ദിവസവും സദ്യ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പായസം ഞാൻ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ഞാനല്ല, ഇവിടെ കഴിവുള്ള പാചക പ്രതിഭകൾ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യവട്ടത്തിന് ബാക്കി എന്തൊക്കെ ഒരുക്കങ്ങളാകും അങ്ങോട്ടേക്ക് അണിയറയിൽ തയ്യാറാകും, അതുകൂടി ഒന്ന് പരിശോധിച്ചാലും. മലയാളികളെ, നമ്മുടെ ഉത്സവം, നമ്മുടെ മാമാങ്കം, നമ്മുടെ ആഘോഷ ലഹരി, അതാണ് ഓണം. പക്ഷെ ഓണം അതിന്റെ ആഘോഷത്തിന്റെ അങ്ങേയറ്റം എത്തുന്നത് എപ്പോഴാകും? സംശയം എന്താ? നല്ല ഒന്നാം തരം ഓണസദ്യ കഴിക്കുമ്പോഴാണ്. നല്ല തൂശൻ ഇലയിട്ട് ലേശം തുമ്പപ്പൂ ചോറൊക്കെ വിളമ്പി അതിലേക്ക് കുറച്ച് പരിപ്പ്, കുറച്ച് നെയ്യ്, പിന്നെ തോരൻ, പച്ചടി, കിച്ചടി, സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, അങ്ങനെ വേണ്ട. ഒപ്പം നല്ല പാൽപ്പായസവും ബോളിയും കൂടി കൂട്ടിക്കഴിച്ചാൽ ഗംഭീരം അല്ലേ? അപ്പോൾ നമ്മൾ ഈ മലയാളികൾ ഓണത്തിന് മാത്രമാണ് ഓണസദ്യ കഴിക്കുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിൽ ഒരിടമുണ്ട്, 16 വർഷമായി അമ്മയുടെ സ്നേഹത്തോടെ നല്ല ഒന്നാം തരം ഓണസദ്യ വർഷത്തിൽ 365 ദിവസവും വിളമ്പുന്ന മദേഴ്സ് വെജ് പ്ലാസയിലാണ് ഞാനുള്ളത്. കുറെ അധികം അമ്മമാരും അച്ഛന്മാരും സ്നേഹത്തോടെ വിളമ്പുന്ന ഒന്നാം തരം ഓണസദ്യ, അതും വർഷത്തിൽ 365 ദിവസവും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല ഒന്നാം തരം ഓണസദ്യ കിട്ടും. അപ്പോൾ ഈ ഓണസദ്യ എങ്ങനെയായിരിക്കും ഇവിടെ തയ്യാറാക്കുക? എന്താണ് ഈ ഓണസദ്യക്ക് ഇത്രയധികം കണ്ടങ്ങ് രുചി? അപ്പോൾ അതെല്ലാം, ആ രഹസ്യങ്ങളെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. അപ്പോൾ നല്ല ഒന്നാം തരം ഓണസദ്യയും എന്നോടൊപ്പം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നോടൊപ്പം ചേരുന്നത് മദേഴ്സ് വെജ് പ്ലാസയുടെ എല്ലാമായ നട്ടെല്ലായ സനൽകുമാറാണ്. ഇതിൻ്റെ എല്ലാമാണ്. എൻ്റെ ഒരു സംശയം, ഇത്ര വിഭവസമൃദ്ധമായ സദ്യ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ വിളമ്പുകയാണ്. കൈപ്പുണ്യം ഒട്ടും ചോരാതെ എങ്ങനെയാണ് ഇങ്ങനെ ഈ 365 ദിവസവും സദ്യ വിളമ്പാൻ കഴിയുന്നത്? എന്താണ് മദേഴ്സ് വെജ് പ്ലാസയുടെ ഒരു ആശയം എന്ന് പറയുന്നത്? അത്രയും ഒരു ഡെഡിക്കേഷൻ ആണ്. ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇവിടുത്തെ വിഭവങ്ങളും സദ്യയൊന്നും അത്ര സിമ്പിൾ അല്ല. എത്ര വർഷമായി മദേഴ്സ് വെജ് പ്ലാസ? 16 വർഷം കഴിഞ്ഞു. 16 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തോട്ടിലേക്ക് വരുന്നത്? എന്താണ് ഇത് തുടങ്ങാനുള്ള ഒരു ഐഡിയ? നമുക്കൊരു സദ്യ കഴിക്കണമെങ്കിൽ ഒരു ഓണം വരണം, അല്ലെങ്കിൽ ഒരു കല്യാണം വരണം. അതെ, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് സദ്യയോടുകൂടി ഭയങ്കരമായ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ്. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഞാൻ വിചാരിച്ചു 365 ദിവസം സദ്യ കൊടുത്താൽ എന്ത് എന്നുള്ളതാണ്. അങ്ങനെ വേൾഡിൽ ആദ്യമായി 365 ദിവസവും സദ്യ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. സദ്യയോട് അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് മദേഴ്സ് വെജ് പ്ലാസ. സദ്യ അല്ലാതെ മറ്റേത് വിഭവങ്ങളൊക്കെയാണ് നമ്മൾ മദേഴ്സ് വെജ് പ്ലാസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? 100 പരം ദോശയുണ്ട്. 100 പരം ദോശകൾ. വാവ്. രാവിലെ 7 മുതൽ രാത്രി 11 വരെ 100 പരം ദോശയുണ്ട്. ദോശ ഈ എല്ലാ ഹോട്ടലിലും ഒരു എത്തിക്സ് ഇല്ല. ഞാൻ പറയുമ്പോൾ ഹോട്ടലുകളിലെല്ലാം മഞ്ഞപ്പൊടിയാണോ മഞ്ഞൾപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എല്ലാ ആൾമോസ്റ്റ് ഹോട്ടൽസിലും മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതെല്ലാം വാങ്ങി പൊടിച്ച് എടുക്കുന്നതാണ്. മഞ്ഞളായാലും മുളകായാലും മല്ലിയായാലും നമ്മൾ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നത്. വലിയൊരു കഠിന പ്രയത്നം വേണ്ടി വരില്ലേ? കാരണം ഈ ഇതിൻ്റെ പുറകിലൊരു ഹിമാലയൻ ടാസ്ക് ഉണ്ട്. അതെ, അത് എനിക്ക് തോന്നുന്നു ഇത്രത്തോളം സക്സസ്ഫുൾ ആയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ആളുടെ മനസ്സ്, ആത്മാർത്ഥത കൂടി ഇതിൽ വലിയൊരു ഫാക്ടറാണ്. ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കണതില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വന്തം മില്ലിൽ തന്നെയാണോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ പൊടിക്കുന്നത്? അപ്പോൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? വാങ്ങുന്നത് പല കടകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ശുദ്ധമായ ഭക്ഷണം കഴിക്കാം. 100% ഉറപ്പാണ്. അത് സനൽകുമാർ ദോശയ്ക്ക് വേണ്ടിയിട്ട് അമൂലിൻ്റെ ബട്ടറും ചീസുമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കണ്ടുള്ളതിലേക്ക് ഏറ്റവും ബെറ്ററായി കണ്ടിട്ടുള്ളത് അമൂലിൻ്റെ ബട്ടറും ചീസുമാണ്. ഇതിൻ്റെ 1/4 റേറ്റിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനം കിട്ടും.
ചോദിക്കുകയാണ്, സദ്യയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം? എന്നെ സംബന്ധിച്ചോളം എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. എങ്കിലും ഒരെണ്ണം ഇഷ്ടമുള്ളതുണ്ടാവുമല്ലോ. ഇഞ്ചിക്കറി 1000 കറിക്ക് തുല്യമാണ് ഇഞ്ചിക്കറി എന്നാണ്. ഈ മദേഴ്സ് ഞാൻ കേരളം ഒട്ടുക്ക് സഞ്ചരിച്ച് ഓരോ സ്ഥലത്തെയും സദ്യകൾ കണ്ടും പരിശീലിച്ചും കേട്ടും വന്നിട്ട് അതും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറ്. ഏതെങ്കിലും കേരളത്തിൻ്റെ മുക്കിലോ മൂലയിലോ നല്ല രീതിയിൽ സദ്യ പ്രിപ്പയർ ചെയ്യുന്ന വയസ്സായ ആളുകളുണ്ട്. അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അങ്ങനെ ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. ഡേ ബൈ ഡേ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് ഒന്നുമില്ല, തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാറിൽ കൂടി യാത്ര ചെയ്യുവാണെങ്കിൽ അവിടെ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ഹോട്ടലാണ്. യവനി മന്തി കിട്ടും, കുഴിമന്തി കിട്ടും, സദ്യ കിട്ടും, എല്ലാ വിഭവങ്ങളും കിട്ടും, എല്ലാ ഐറ്റവും കിട്ടും. പക്ഷേ മറ്റു ഹോട്ടലുകളിൽ നിന്ന് എങ്ങനെയാണ് മദേഴ്സ് വെജ് പ്ലാസ വ്യത്യസ്തമാകുന്നത്? അത് ഞാൻ പറയേണ്ടതില്ല, കസ്റ്റമർ പറയട്ടെ. ഇനി ആ പേര് പോലെ തന്നെയാണ് അമ്മ വിളമ്പുന്ന സ്നേഹം, അല്ലെങ്കിൽ അമ്മ വിളമ്പുന്ന ഭക്ഷണത്തിന് എപ്പോഴും അതുണ്ടാവും. അതെ, മാറ്റ് കൂടും. അപ്പോൾ മദേഴ്സ് വെജ് പ്ലാസ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ് ആ പേരിലേക്ക് വരാനുള്ള കാരണം? എൻ്റെ അമ്മ, നിങ്ങളുടെ അമ്മ, എല്ലാവരുടെയും അമ്മ, മദർ. അതുകൊണ്ടാണ് ആ പേരിലേക്ക് വന്നത്. ഇപ്പോൾ ഇത് മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കുന്ന സ്ഥാപനമാണ്, ഒരു ഹോട്ടലാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അന്നദാതാവ് കൂടിയാണ് താങ്കൾ. ഇവിടെ എത്രത്തോളം ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര സ്റ്റാഫുകളുണ്ട് നിലവിൽ? 100-100 പേരും സ്റ്റാഫുണ്ട്. പിന്നെ ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫുണ്ട്. എന്നാലും പല സ്ഥലത്തു നിന്ന് പോലും USA നിന്ന് പോലും ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ഇവിടെ ആളുകൾ വരികയില്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല. പ്രിപ്പറേഷൻ സദ്യ DC ഒരു 2 ചപ്പാത്തിയും ഒരു വെജ് കുറുമ ഉണ്ടാക്കുന്ന ലാഘവത്തോടെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു പിക്കിൾസ് പോലും ഡെയിലി ഉണ്ടാക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ഹോട്ടലിലെല്ലാം നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ കയറ്റി ചൂടാക്കി കൊടുക്കുന്നു. നമുക്ക് അങ്ങനെയില്ല, അത് 100% ഉറപ്പോടുകൂടി പറയാം. ചൂടോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ചൂടോടെ തന്നെ വിളമ്പുന്നു. ഇവിടെ മനസ്സിലാക്കി അന്നൊന്നുള്ളത് അന്നൊന്നും ഉണ്ടാക്കുന്നു, അന്നൊന്ന് വിളമ്പുന്നു. ബാലൻസ് വന്നാൽ ഇത് കളയുന്നു. ഏതൊരു ബിസിനസ് വിജയിക്കണമെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ കൂടെ താമസിക്കുന്ന കുടുംബം കൂടി വിചാരിക്കണം. എങ്ങനെയാണ് സാർ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെയാണ്. മകൾ എന്ത് ചെയ്യുകയാണ്? ഒരു മകളാണോ? ഒരു മകളാണ്. ഡോക്ടറേറ്റ് ഇൻ ഇംഗ്ലീഷ്. ഓ നൈസ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ഫുഡൊക്കെ തയ്യാറാക്കുന്നത്? വീട്ടിൽ ഫുഡ് തയ്യാറാക്കല്ല, ഇവിടെ നിന്നുള്ള ഫുഡാണ്. ഇവിടെ നിന്നുള്ള ഫുഡ് എല്ലാവരും രാവിലെ ഇവിടെ നിന്നുള്ള ഫുഡ് കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി. കിച്ചൺ അടച്ചിട്ട് 10-16 വർഷമായി. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ് കേട്ടോ. അതായത് അദ്ദേഹത്തിന് സനൽകുമാർ സാറിൻ്റെ വീട്ടിലെ കിച്ചൺ പൂട്ടിയിട്ട് 16 വർഷമായി. അദ്ദേഹം എന്താണോ ഇവിടെ നിന്ന് കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ച് കഴിക്കാം. ഉടമ കഴിക്കുന്നത് തന്നെയാണ് ഇവിടെ വരുന്ന മറ്റു ഹോട്ടലുകളിൽ ഉച്ചയാകുമ്പോൾ ഓണർക്ക് വീട്ടിൽ നിന്ന് ടിഫിൻ കെയറിൽ ഫുഡ് ഇതിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ഈ ഫുഡ് നമുക്കും കഴിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതെ, അത് എടുത്തു പറയേണ്ടത് തന്നെ. അതിനും കൂടി ഒരു അഭിനന്ദനം നേടുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ പലരും ഈ ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായി മാത്രം കണക്കാക്കുന്നു. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഒരു മണി മാറ്റർ മാത്രമല്ല, മണി ഈസ് സെക്കൻഡറി. കസ്റ്റമർ ഈസ് ഹാപ്പി, വി ആർ ഹാപ്പി. മണി വിൽ കം ആൻഡ് ഗോ, ഇറ്റ് ഈസ് സെപ്പറേറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഹാപ്പിനെസ്, അതാണ് മദേഴ്സ് വെജ് പ്ലാസയുടെ ഒരു വിജയ ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് പിന്നിൽ അല്ലേ? എങ്ങനെയാണ് ഈ ചെറുതിലെ സദ്യയോടൊരു ഇഷ്ടം തുടങ്ങിയത്? തോന്നിയിട്ടുണ്ട്. ഹോട്ടലിലേക്ക് വരാനൊന്നും താല്പര്യമില്ലായിരുന്നു. എല്ലാ രീതിയിലും പൊളിച്ചടിക്കപ്പോൾ ചിന്തിച്ചതാണ്. അത്ര എളുപ്പമൊന്നുമല്ല, ഭയങ്കര സ്ട്രെയിനാണ്. ഇന്ന് രാവിലെ വരേണ്ടവൻ രാവിലെ വരുമെന്ന് ഉറപ്പുണ്ടാവില്ല. അതും ഒരു പ്രതിസന്ധിയാണ്. ഓരോ ദിവസവും പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്തുകൊണ്ടാണ്. സമയം ഉച്ചയോട് അടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഫുൾ ബഹളമാണ്, തിരക്കാണ്.
സദ്യയുടെ പൊടി പൂരമാണ്. അപ്പോൾ കലവറയിൽ എന്തായിരിക്കും ബഹളം? അതൊന്ന് കണ്ടറിഞ്ഞാലോ? ആഹാ, അപ്പോൾ ഇതാണ് കലവറ. എന്താ മണം! നല്ല കാവറുത്തതിൻ്റെയും ഉപ്പേരിയുടെയൊക്കെ മണം ഇങ്ങനെ അടിച്ച് കയറുകയാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നല്ല അടപ്രഥമന്റെ മണം ഉണ്ടല്ലോ, ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുകയാണ്. ഇപ്പുറത്ത് അവിയലുണ്ട്, മത്തങ്ങ എരിശ്ശേരി ഉണ്ട്, രസത്തിന്റെ മണമുണ്ട്. എനിക്കിത് മൊത്തം ഇത് ആസ്വദിച്ചിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുക. ഇനി നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് മദേഴ്സ് വെജ് പ്ലാസയുടെ ആ രഹസ്യക്കൂട്ടിലേക്കാണ്. അതായത് ഈ രുചിക്കൂട്ട് എന്തായിരിക്കും ഈ മദേഴ്സ് വെജ് പ്ലാസയിലെ ഈ ആഹാരത്തിനൊക്കെ ഇത്ര കണ്ടങ്ങ് ടേസ്റ്റ്? ഉത്തരം സിമ്പിളാണ്. ഈ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ സാധാരണ കടകളിൽ ഈ അല്ലാതെ വാങ്ങുന്നതാണ്. പക്ഷെ ഇവർ സ്വന്തം മില്ലിൽ തന്നെ പൊടിച്ചാണ്. അതായത് മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി. അതായത് മഞ്ഞൾ ഉണക്കി പൊടിച്ച് നല്ല ഒന്നാം തരം ശുദ്ധമായ മായം കലരാത്ത മഞ്ഞൾപ്പൊടി. മുളക് പൊടിയുണ്ട്, അതുപോലെ തന്നെ ഇത് ജീരകപ്പൊടിയുണ്ട്, ഉലുവാപ്പൊടിയുണ്ട്, ഗരം മസാല ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗരം മസാലയാണ്, ഗരം മസാല. അപ്പം മല്ലിപ്പൊടിയും ഉണ്ട്. ഇതെല്ലാം തന്നെ മായം കലരാത്ത തനി ശുദ്ധമായതാണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവരാരും ഭയക്കണ്ട. അതെ പ്രേക്ഷകരെ, പണ്ട് മുതലുള്ള ആഗ്രഹമാണ് ഒരു കലവറയിൽ കയറി. നമ്മുടെ കല്യാണരാമൻ സിനിമയിലാണോ നമ്മുടെ ഇന്നസെന്റ് ഇളക്കത്തില്ലേ, അതുപോലെ ഒന്ന് ഇളക്കണം എന്നുള്ള ആഗ്രഹം. ഇത് പക്ഷെ ഒന്നാം തരം പാൽപ്പായസത്തിനുള്ള പാലാണ് ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് തികയുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാല് എന്ന് പറയുന്നതും നമ്മുടെ പശുവിൻ്റെ ശുദ്ധമായ പാല് തന്നെയാണോ? എനിക്ക് തോന്നുന്നു വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല കേട്ടോ. അതാണ് പാലിന് ഇത്ര കണ്ടങ്ങ് കൺസിസ്റ്റൻസി. ഇതിനെ മണം കേട്ടിട്ട് തന്നെ പായസം കുടിക്കാൻ ഞാനിങ്ങനെ അക്ഷമയായി കാത്തിരിക്കുകയാണ്. പായസം ഞാൻ ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കണ്ട, ഞാനല്ല, ഇവിടെ കഴിവുള്ള പാചക പ്രതിഭകൾ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സദ്യവട്ടത്തിന് ബാക്കി എന്തൊക്കെ ഒരുക്കങ്ങളാകും അങ്ങോട്ടേക്ക് അണിയറയിൽ തയ്യാറാകും, അതുകൂടി ഒന്ന് പരിശോധിച്ചാലും വരും. ഇവിടുന്ന് നല്ല തീയും പുകയൊക്കെ വരുന്നുണ്ട്. അവിടെ നല്ല ഒന്നാം തരം ഗോപി മഞ്ചൂരിയും ചപ്പാത്തിയൊക്കെ അവരിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ എൻ്റെ ഫോക്കസ് സദ്യയിലാണ്. നല്ല തൂശൻ ഇലയിട്ട് തുമ്പപ്പൂ നിറമുള്ളതായി ഈ ചോറ് അങ്ങോട്ട് ഇട്ട് അല്പം നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് പപ്പടവും ഞവിടി തിന്നുള്ളൊരു ആ ഒരു വികാരം ഉണ്ടല്ലോ, അതൊരു മലയാളികളുടെ വികാരം തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഇത്രയും വലിയ പാത്രത്തിലാണ് അവർ നല്ല ചെമ്പാവരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെമ്പാവരി ഇങ്ങനെ തിളച്ചു തൂവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കലവറയിലെ മനോഹരമായ കാഴ്ചകൾ. അരി അവിടെ തിളച്ച് പറഞ്ഞോട്ടെ. ഇവിടെ പ്രേക്ഷകരെ നമ്മൾ രുചിക്കൂട്ട് കണ്ടു. പക്ഷേ ഈ രുചിക്കൂട്ട് മാത്രം മതിയോ? ഇതെല്ലാം കൃത്യമായ പാകത്തിലും പരുവത്തിലും ഒക്കെ കോർത്തിണക്കി കൈപ്പുണ്യത്തോടെ ആ ഭക്ഷണം ഉണ്ടാക്കണേ. ആ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന ആളെയാണ് കേട്ടോ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ കാട്ടാക്കടക്കാരി സ്വന്തം സുധചേച്ചിയാണ് ഈ കൈപ്പുണ്യത്തിന് പിന്നിൽ. എത്ര നാളായി ഇവിടെ? 20 വർഷം കഴിഞ്ഞു. 20 വർഷം. 20 വർഷമായി മദേഴ്സ് വെജ് പ്ലാസയിൽ വരുന്ന എല്ലാവരെയും ഊട്ടുന്ന കൈകളാണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഊട്ടുന്ന കൈകളാണ് നമ്മുടെ സുധചേച്ചിയുടേത്. ആരാ ഈ രുചി നോക്കുന്നത്? പാകം ഇപ്പം സാമ്പാർ തിളച്ച് തൂവാണ്, രുചി നോക്കുന്നത് ആരാ? ഞാനാണ്. ഞാൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഡിഷ് ഏതാണ്? അവിയൽ. നല്ല എണ്ണ, വെളിച്ചെണ്ണ, നല്ല ഓയില് ചേർക്കും, വെളിച്ചെണ്ണ. ഓരോ ദിവസം കഴിയുന്നതോറും ഇവിടെ എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. അതെന്തുകൊണ്ടായിരിക്കും? ടേസ്റ്റിൻ്റെ വ്യത്യാസം. ചേച്ചി, എനിക്കിങ്ങനെ അത്ഭുതം തോന്നുന്നത് ഇത്രയും അധികം പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ കലവറയ്ക്കകത്ത് മാത്രം. ഇപ്പം രാവിലെ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു സീൻ? എങ്ങനെയാണ് ഈ കലവറയെ നിങ്ങൾ ഉണർത്തുന്നത്? കാരണം വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഓരോ രീതികളുണ്ട്, ചിട്ടവട്ടങ്ങളുണ്ട്. ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ആദ്യം ഏത് ഡിഷാണ് തുടങ്ങുന്നത്? ഫസ്റ്റ് സാമ്പാർ മെഷീനിൽ പരിപ്പ് വാഷ് ചെയ്ത് ഇട്ട് പരിപ്പ് വേവിച്ച്
മലക്കറി ഇട്ട് ബാക്കി കൂട്ടുകളെല്ലാം ചേർത്ത് സാമ്പാർ റെഡി. സാമ്പാർ റെഡി. ആ കൂട്ട് പറഞ്ഞു കിടത്തില്ല കേട്ടോ, അത് ഇവരുടെ മാത്രം രഹസ്യ കൂട്ടാണ്. അപ്പൊ സാമ്പാറായി, സാമ്പാർ മാറ്റി വെക്കാം. അവിയൽ വാഴയ്ക്ക, ആ വെള്ളരിക്ക, വഴുതനങ്ങ, പച്ചമുളക്, ക്യാരറ്റ് ഇടോ? ക്യാരറ്റ്, പച്ചമുളക്, കരിയപ്പല എല്ലാം ഇട്ട് പച്ച വെളിച്ചെണ്ണ വീത്തി വേവിക്കും. വേവിച്ച ശേഷം കുറച്ച് പേര് ഇളക്കും, നല്ല വൃത്തിയാണ്. ഹെൽപ്പറുണ്ട്, ഇളക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ മസാല കൂട്ടിട്ട് തേങ്ങ പുറത്ത് വെച്ച് അവിയലും റെഡി. ഇവിടെ ഏറ്റവും അധികം സമയം എടുക്കുന്നത് എന്ത് വിഭവം ഉണ്ടാക്കാനാണ്? അവിയലിനാണോ? ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റവും അവിയലാണ്. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അവിയലിനാണ്. പിന്നെ കൂട്ടുകറി സവാള നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റി മസാല കൂട്ടിട്ട് കിഴങ്ങ് വേവിച്ച് പ്രത്യേകം കോരി എന്നിട്ട് ലാസ്റ്റ് തട്ടി പാല് വീഴ്ത്തിയാണ് കൂട്ടുണ്ടാക്കുന്നത്. പാല് വീഴ്ത്തിയ കൂട്ടുകറി, അതായിരിക്കും പ്രത്യേകത. പറയാതെ പറഞ്ഞു, പക്ഷെ രുചിക്കൂട്ട് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പ്രേക്ഷകരെ, നമ്മുടെ അവിയൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ഇനി നമുക്ക് പച്ചടി സ്പെഷ്യലിസ്റ്റും അച്ചാർ സ്പെഷ്യലിസ്റ്റുമായ കുമാരി ചേച്ചിയെ പരിചയപ്പെടാൻ പോകും. കായ നന്നേ ചേർത്തിട്ടുണ്ടല്ലേ? നല്ല കായിട്ട അടിപൊളി മാങ്ങ അച്ചാറിന്റെ കൂട്ട്. എത്ര വർഷമായി ഇവിടെ? ഞാൻ 16 വർഷമായി. 16 വർഷമായി. 16 വർഷമായിട്ടും ഇതേ കൂട്ടി തന്നെയാണോ അച്ചാറും പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നത്? മാറിയിട്ടില്ല. നമ്മൾ ഇവിടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി പൊടിച്ച് എടുക്കുന്ന കൂട്ടുകളാണ്. എങ്ങനെയാണ് ഈ പാചകത്തിനോടൊരു പ്രിയം തോന്നി തുടങ്ങിയത്? പാചകം പണ്ടേ കൊച്ചുനാളിൽ നമുക്ക് ഞങ്ങളൊരു 10-18 വയസ്സ് തൊട്ട് പാചകത്തിൻ്റെ 18 വയസ്സ് തൊട്ട് പാചകം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ വരുമ്പോൾ ഉള്ള ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെ? ഈ തിരക്കിലും നിങ്ങളെല്ലാവരും ഓട്ടമാണ്. നല്ല തിരക്കുള്ളപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മളിവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കും. അതാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് തിരക്ക് മാനേജ് ചെയ്യണം, അതിനിടയിൽ നല്ല രുചികരമായ ഭക്ഷണം വിളമ്പണം. ഇതിനൊക്കെ ഏകാഗ്രത ആവശ്യമില്ല. അതൊക്കെ ടെൻഷനായി പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മളത് മാനേജ് ചെയ്ത് പോകും. അപ്പൊ എല്ലാവരും ഒത്തൊരുമയോടുകൂടി. മലയാളികൾക്ക് എല്ലാ വിഭവത്തിനും അച്ചാർ വേണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ വെറൈറ്റി അച്ചാറുകൾ? വെറൈറ്റി അച്ചാറെന്ന് ഫസ്റ്റ് സദ്യക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി, നാരങ്ങ, മാങ്ങയാണ് മെയിൻ. പിന്നെ നെല്ലിക്ക. ഇതിൽ 4 അച്ചാറിലും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാ? നാരങ്ങ ഇഷ്ടമാണ്. നാരങ്ങ കറുനാരങ്ങ അച്ചാറാണോ? കറുനാരങ്ങ. അപ്പോൾ ഓരോ ദിവസം അച്ചാർ ഉണ്ടാക്കും, അതോ അച്ചാർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത്? അത് നമ്മൾ സ്റ്റോറേജ് സൂക്ഷിക്കൊന്നുമില്ല. ഒരു ദിവസം ഉണ്ടാക്കി കുറച്ച് പിറ്റേന്ന് ഇവിടെ എടുക്കാം, അല്ല കൂടുതൽ ദിവസം എടുക്കത്തില്ല. അതാണ് പ്രത്യേകത. അപ്പം ഉണ്ടാക്കി അത് തന്നെ വേണം. അത് നമ്മൾ വേറെ ഇതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ദിവസം വെച്ചേക്കാനും പറ്റില്ല. അതാണ് കേട്ടോ. ഇപ്പോഴും പല ഹോട്ടലുകളിൽ ചെല്ലുമ്പോഴേ ബ്രാൻഡഡ്, പേരൊന്നും പറയുന്നില്ല, ബ്രാൻഡഡ് അച്ചാറുകളാണ് നമുക്ക് തരുന്നത്. ഉപ്പ് അങ്ങേ അറ്റമായിരിക്കും, ഉച്ചസ്ഥായിലായിരിക്കും, മുളകും അതുപോലെ ആയിരിക്കും. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ളവർക്ക് അത് ആ അച്ചാറുകൾ കഴിക്കുമ്പോൾ നമുക്ക് വയറിന് കുറേ കാലം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. ഇതാകുമ്പോൾ യാതൊരു പ്രശ്നമില്ല. ഇതാകുമ്പോൾ യാതൊരുവിധ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തൂശനിലയിൽ തുമ്പപ്പൂ ചോറ് വിളമ്പുന്ന ആ മാജിക് മൊമെൻ്റ് ആണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി തുമ്പപ്പൂ ചോറാവാം, കുറച്ചുകൂടി എല്ലാം കുറച്ചുകൂടി നോക്കട്ടെ. ആഹാ, നമ്മളെ ഈ സദ്യക്ക് ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചോറിനെ 3ആയിട്ട് ഭാഗിക്കണം. ഇതെൻ്റെ തിയറിയാണ് കേട്ടോ. അപ്പോൾ ഇത് 3ആയിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ട് ആദ്യം കുറച്ച് പരിപ്പും നെയ്യും പപ്പടവും, ഇതിൽ കുറച്ച് സാമ്പാർ, ഇത് വേണമെങ്കിൽ രസവും പുളിശ്ശേരി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആവാം.
ഓക്കെ. അങ്ങനെ ഗായ്സ് പരിപ്പ് വീഴുകയാണ്. യെസ്, ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് അങ്ങോട്ട് തൂവും. ആഹാ, അപ്പോൾ നമുക്ക് പരിപ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം. കുറച്ച് പപ്പടം. ഞാൻ കൊല്ലംകാരിയാണ് കേട്ടോ, അതുകൊണ്ട് പപ്പടത്തിനോട് എനിക്ക് പ്രത്യേക സ്നേഹം തന്നെ ഉണ്ട്. നമ്മളെ ഒരു റൗണ്ട് ചോറ് കംപ്ലീറ്റഡ്. ഇനി അടുത്ത അടുക്കളയിലെ റാണി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സാമ്പാർ, വീടട്ടെ സാമ്പാർ. ആഹാ, നല്ല തുടുതുടുത്ത സാമ്പാറാണ്. ചോറ് സാമ്പാർ ഇട്ടൊരു പിടി പിടിക്കാം. അടുത്ത നമ്മുടെ നല്ല പാൽപ്പായസമാണ്. പാൽപ്പായസത്തിൻ്റെ മണം ഉണ്ടല്ലോ, ആ മണം അനുഭവിച്ചറിഞ്ഞാൽ തന്നെ പാതി വയറ് നിറയും. ഗംഭീരമായൊരു മണമാണ്. നല്ല പാല് തിളച്ച അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഏലക്ക ഇടുമ്പോൾ കൂടി ഒരു പ്രത്യേകതരം മണം വരും. പാൽപ്പായസം രുചിച്ചിട്ട് നമ്മുടെ നെയ്ക്കുട്ടനായ ബോളിയാണ് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറയാം. നമ്മുടെ ബോളിക്കുട്ടന് മേലെ ഇവിടെ തമ്മിലൊരു പ്രണയമാണ് കേട്ടോ, ഒരു വല്ലാത്ത പ്രണയം. ബോളിയും ഈ വെർമിസലിയും തമ്മിൽ ഒരു വല്ലാത്ത പ്രണയമാണ്. അത് കഴിക്കുന്നവരും അവരെ അങ്ങ് അത്രമേൽ പ്രണയിച്ചു പോകും. അതാണ് ഇതിൻ്റെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ നോക്കാം, നമ്മുടെ വെർമിസലിയും ബോളി എടുത്തിട്ടുണ്ട്. നല്ല നെയ്യിൽ പൊതിഞ്ഞ ബോളിയാണ്. ഇത് വെണ്ണ പോലെ അലിഞ്ഞു പോകും കേട്ടോ. ഈ വെർമിസലി ഈ ബോളിലേക്ക് ഒഴിക്കുമ്പോൾ ശരിക്കും ഇത് വെണ്ണ പോലെ അലിഞ്ഞ് വേറൊരു ഡിഷാവും. എനിക്കല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാൻ പറ്റുന്നില്ല, കാരണം ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ട് മതിയാവുന്നില്ല. തീർന്നിട്ടില്ല കേട്ടോ, സദ്യ തീർന്നു എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. യെസ്, ഇനി നമ്മുടെ 3 ഹീറോസിനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബട്ടർ മിൽക്ക് അഥവാ നല്ല നാടൻ, ഇവർ നമുക്ക് തൈരെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കുറച്ചുകൂടി ഒരു ലൂസ് കണ്ടീഷനിലുള്ളൊരു നല്ല പച്ചമുളകൊക്കെ അരച്ച് ചേർത്തൊരു കേമൻ രസമാണ്. നല്ല പുളിരസം. മല്ലിയിലേക്കിട്ട് വേറെ ലെവൽ. ആൻഡ് ദ അതർ തിങ്, നമ്മുടെ നല്ല തേങ്ങ അരച്ച പുളിശ്ശേരി. വേറെ ലെവൽ ഐറ്റം. അങ്ങനെ ഗായ്സ്, ഒന്നൊന്നൊരു ഓണസദ്യയായിരുന്നു. ഒരുപാട് അമ്മമാർ വിളമ്പിത്തന്ന സ്നേഹത്തോടെ ഞാൻ ഇവിടെ നിന്നും പടി ഇറങ്ങുകയാണ്. എൻ്റെ വയറ് നന്നായി നിറഞ്ഞു. അതിലേറെ നിറഞ്ഞത് എൻ്റെ മനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ രുചി ഇതേ രീതിയിൽ അനുഭവിച്ചറിയണമെങ്കിൽ കാത്തിരിക്കേ വേണ്ട. വളരെ പെട്ടെന്ന് വണ്ടി വിട്ടോളൂ നമ്മുടെ സ്വന്തം മദേഴ്സ് വെജ് പ്ലാസയിലേക്ക്.